ഞാൻ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു മനോഹരമായ ഉദ്യാനത്തിലേക്കാണ് നമ്മൾ വീണ്ടും പ്രവേശിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളും അവിടെ എനിക്ക് കാണുവാൻ സാധിച്ചു. ഈ പൂക്കളുടെ പ്രത്യേകത വളരെ നാളുകളോളം ഇത് കൊഴിയാതെ നിൽക്കുമെന്നുള്ളതാണ്. ഓർക്കിഡിൽ പെട്ടതാണോ എന്നെനിക്ക് സംശയം തോന്നിച്ചു. കാഴ്ചയുടെ ബംഗ്ലാവ് നിൽക്കുന്നത് ഇവിടെയാണ്. പണ്ടത്തെ വലിയ ഒരു രാജകൊട്ടാരത്തിനോട് അനുസ്മരിപ്പിക്കുന്ന വിധം ആ കൊട്ടാരം തലയുയർത്തി നിൽക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഈ കൊട്ടാരത്തിനുള്ളിലാണ് പുരാതന മ്യൂസിയത്തിലെ തന്നെ ഒരുപാട് സംസ്കാരങ്ങൾ ഉറങ്ങുന്നതും അതുപോലെ തന്നെ പണ്ടത്തെ സംസ്കാരങ്ങളെ ഗോത്രവർഗങ്ങളും രാജവർഗത്തിൽപ്പെട്ടവരും അവരുടെ എല്ലാവരുടെയും പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങളും ഇവിടെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും നടന്നു. വീണ്ടും ഞാൻ കണ്ടത് എൻ്റെ അത്രയ്ക്കും ഉയരമുള്ള എമുകളെയായിരുന്നു. എമുപക്ഷികൾ 6 അടി ഉയരത്തിലുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ വിചിത്രമായി തോന്നിച്ചു അവരുടെ ജീവിത രീതികൾ. തല വളരെ ഉയരത്തിലും എന്നെക്കാളും 6.5 അടി ഉയരത്തിൽ കാണുന്ന എമുകളെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കണ്ടത്. എന്നെ കണ്ടപ്പോൾ അവർ ഭക്ഷണം തീറ്റ എൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണോ എന്നെനിക്ക് തോന്നിച്ചു പോയി. വീണ്ടും ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. സന്തോഷ് കുളങ്ങരയുടെ യാത്രയോട് കിടപിടിക്കും വിധം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ കാശില്ലാത്തത് കൊണ്ടും ഞാൻ തൃശ്ശൂരിൽ തന്നെ കിടന്ന് തിരികുകയാണ്. അവിടെ കണ്ടാമൃഗത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് ഫാമിലികളും കുട്ടികളും ആ വഴിയിലൂടെ ഇതെല്ലാം ആസ്വദിച്ച് നടന്നു പോകുന്ന കാഴ്ച എന്തൊരു രസമാണ്. ഒരുപാട് മാൻകൂട്ടങ്ങൾ അവിടെ നിൽക്കുന്നത് വീണ്ടും കാണുവാനിടയായി. മാൻകൂട്ടങ്ങൾ എനിക്ക് തോന്നിക്കുന്നത് മഴയും ഭൂമിയെല്ലാം തണുത്തതുകൊണ്ടും അവർ വളരെയധികം സന്തോഷത്തിലാണെന്ന് എനിക്ക് തോന്നിച്ചുപോയി. ഒരു സീനിയർ സിറ്റിസനെയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടു. കാരണം സീനിയർ സിറ്റിസന്മാരും ഇതെല്ലാം എൻജോയ് ചെയ്യുകയാണ് എന്നെനിക്കപ്പോഴാണ് മനസ്സിലായത്. മാൻകൂട്ടത്തിൽ ചില കലിപ്പന്മാരും ഉണ്ടെന്ന് എനിക്ക് തോന്നിച്ചു. കാരണം അവർ ഇപ്പോഴും കുസൃതിത്തരങ്ങൾ വിടാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിച്ചു. മറ്റുള്ള മാനുകളെല്ലാം വളരെ സമാധാനപരമായിട്ട് അവർ ഭക്ഷണം കഴിച്ച് തൃപ്തരായി നിൽക്കുന്ന ആ കാഴ്ച കണ്ണിന് വളരെയധികം കുളിർമ നൽകുന്നതായിരുന്നു. നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെയധികം സന്തോഷം തോന്നിച്ചു. മൃഗങ്ങളും പക്ഷികളും പക്ഷിമൃഗലതാദികളും അവർ മഴ പെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അവർ സന്തോഷവാന്മാരാവുന്നത് എന്നാണ് എനിക്ക് തോന്നിച്ചത്. വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മാൻകൂട്ടങ്ങളുടെ അടുത്ത് നിന്നും പോകുവാൻ എൻ്റെ ക്യാമറ എന്നെ സമ്മതിച്ചില്ല. കാരണം അവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നിച്ചത്.
ഈ സമയത്ത് പുള്ളിമാൻ കിടാവ് എന്ന ഗാനം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. പുള്ളിമാൻ കിടാവേ സ്വർണ്ണ മത്സ്യകന്യകേ, വണ്ടി പേട്ടയിൽ നിന്നും 1-ാം നമ്പറിലേക്ക് ഇടുന്നതിന് വേണ്ടി ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. വണ്ടിയുടെ ഉള്ളിൽ നിന്നും ശബ്ദം പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പുറത്തുനിന്നും അകത്തേക്ക് ശബ്ദം വരാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ചില്ലുകൾക്ക് കയറ്റി വെച്ചിട്ടാണ് ഞാൻ ശബ്ദം നൽകുന്നത്. സംഗതി പേട്ടയിൽ നിന്നും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നും ആളുകൾ എന്നെ നോക്കുന്നത് ഞാനും നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്നെനിക്ക് തോന്നിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടത് ഒരു ആൽവൃക്ഷത്തെയാണ്. ആൽവൃക്ഷം വളരെയധികം ആലിൻ്റെ മുടിയാണോ അതോ വേരാണോ എന്ന് തോന്നിക്കുമാറ് താഴത്തേക്ക് ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ആലിൻ്റെ വേരുകൾ വളരെയധികം മനോഹരമായി എനിക്ക് തോന്നിച്ചു. വീണ്ടും തൊട്ടപ്പുറത്ത് തന്നെ കലമാനെയാണ് ഞാൻ കണ്ടത്. കസ്തൂരിമാൻ, കലമാൻ, പുള്ളിമാൻ എന്ന് തുടങ്ങി ഒരുപാട് മാനുകൾ ഇവ തമ്മിൽ കൊമ്പ് കോർക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇനി അത് എൻ്റെ മൊബൈൽ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അതിന് പോസ്റ്റ് ചെയ്യുകയാണോ എന്ന് പോലും തോന്നിച്ചുപോയി. ഇവയുടെ കൊമ്പുകൾ തമ്മിൽ കോർക്കുമ്പോഴുള്ള ശബ്ദം വളരെ വിചിത്രമാണ്. കസ്തൂരിമാൻ എന്ന് പറയുമ്പോൾ തലയിൽ ഒരു കസ്തൂരി ഉണ്ടാവും. അത് ഒരു തരം വളരെ വിലപിടിപ്പുള്ളതും അതുപോലെ തന്നെ വളരെ സുഗന്ധമുള്ളതും ഒരുപാട് മരുന്നുകൾക്കുമെല്ലാം ഉപയോഗിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. വീണ്ടും എത്തിയത് എന്നെപ്പോലെ തന്നെയുള്ള ഒരു മൃഗത്തിൻ്റെ അടുത്താണ്. കണ്ടാൽ മൃഗം എന്ന് മാത്രമല്ല, കണ്ടാമൃഗം എന്നാണ് ഇതിനെ പറയാറ്. നമുക്കെല്ലാവർക്കും ഇതിനേക്കാളും വലിയ തൊലികളാണെന്ന് പലപ്പോഴും തോന്നിച്ചിട്ടുണ്ട്. കണ്ടാൽ മൃഗത്തിൻ്റെ തൊലികൾ, കണ്ടാമൃഗത്തിൻ്റെ തൊലികൾ എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും ഉറപ്പുള്ളതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നാണവുമില്ലാതെ മലർന്ന് കിടക്കുകയാണ് ഒരു കണ്ടാമൃഗം. കണ്ടാമൃഗം ഇത്രയും നേരം വെള്ളത്തിനുള്ളിൽ ഇങ്ങനെ കിടക്കുമെന്നുള്ളത് എൻ്റെ ആദ്യത്തെ അറിവായിരുന്നു. കാലുകൾ മുകളിലേക്ക് പൊക്കിയുള്ള കിടപ്പ് വളരെ നേരം അവർ കിടക്കുമെന്ന് അവിടുത്തെ ഗാർഡൻ എന്നോട് പറഞ്ഞു. ആനകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മൃഗങ്ങളും ഒരുപാട് ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെ കുളങ്ങളിൽ മണിക്കൂറുകളോളം കിടക്കാറുണ്ട്. അത്രേ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം, അഥവാ ശരീരത്തിൻ്റെ ചൂട്, താപനില അവർ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വീണ്ടും കണ്ടാമൃഗം പഴയ അവസ്ഥയിലേക്ക് വരികയും എന്നെ സൂക്ഷിച്ച് നോക്കുകയും ചെയ്തു. അവർക്ക് ഇപ്പോൾ ഒരു ഹരമായിരിക്കുന്നു. കാരണം എന്താൽ, ഈ കുട്ടികളും മനുഷ്യരൊക്കെ വന്ന് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവ പുറത്തേക്ക് വരികയും ഒരു പ്രത്യേകതരം പോസുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്നെന്തോ സമയം തീരെ ശരിയല്ലാത്തത് കൊണ്ടോ വൈകുന്നേരം ആവാൻ പോകുന്നതുകൊണ്ടോ അവർ അങ്ങനെ പുറത്തേക്ക് വന്നില്ല. ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എന്തേലും മ്യൂസിയത്തിലേക്ക് പോയതല്ലേ, കാശ് മുതലാക്കാമെന്ന് ഞാനും കരുതി. മഴ വരുന്നതായിട്ട് തോന്നിച്ചു. ഒരു കുടയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത്
ശിവലിംഗത്തിൻ്റെ പൂവാണ്. പ്രത്യേകം ആ മരത്തിന്മേൽ എഴുതി വച്ചിട്ടുണ്ട്, നാഗലിംഗമരം എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ പൂവിനെ വളരെ മനോഹരമായിട്ടുള്ള പൂവും ഒരു പ്രത്യേക തരത്തിലുള്ള സുഗന്ധവും അടങ്ങിയതാണ് ഈ പൂവ്. ഇതിൻ്റെ ഒരു കായ എന്ന് പറയുമ്പോൾ വലിയൊരു നാരങ്ങയുടെ വലുപ്പം അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റി. നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതും വളരെ മനോഹരമായിട്ടുള്ളൊരു